Hello. Today we are discuss about another portion of this chapter, that is the Second World War. Second World War. Second World War that lasted from 1939 to 1945. 1939 to 1945. Second World Warൻ്റെ കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എന്നായിരുന്നു നടന്നിരുന്നത്? 1914 to 1918. അല്ലേ? 20 years after the end of the First World War, the world witnessed another war. That is Second World War that lasted from 1939 to 1945. Following the peace treaty at Paris in 1919, the victorious nations shared the colonies of the defeated nations. Neither Germany nor Italy had any colony or market. Therefore, for enhancing their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. ഇതാ മനസ്സിലാവുന്നത്? ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1990 അല്ലേ? പാരീസിലൊരു പീസ് ട്രീറ്റി കൂടിയില്ലേ 1919. ദ വിക്ടോറിയസ് നേഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ്. അതിലെന്ത് ചെയ്തു? വിക്ടോറിയസ് നേഷൻസ്, വിജയിച്ച രാജ്യങ്ങൾ, ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ്, പരാജയപ്പെട്ട രാജ്യങ്ങളില്ലേ ആ രാജ്യങ്ങളുടെ കോളനികളൊക്കെ ഷെയർ ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1919, ദ വിക്ടോറിയസ് നേഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ്. നൈദർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് ഓർ മാർക്കറ്റ്. അങ്ങനെ ഷെയർ ചെയ്തെടുത്തപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ള ജർമ്മനിയുടെ കോളനികളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ വിജയിച്ച ഇറ്റലിക്കും കോളനികളോ മാർക്കറ്റുകളോ ഒന്നും കിട്ടിയില്ല. അതാണ് neither Germany nor Italy had any colony or market. Therefore, for enhancing their political economic, Italy and Germany planned to conquer colonies and attack. ഇതിനെ തുടർന്നിട്ട് ഈ ഇറ്റലിയും ജർമ്മനി എന്ത് ചെയ്യാണ്? അവർക്കും രാജ്യത്ത് ലോകത്തിൽ പൊളിറ്റിക്കൽ ഇക്കണോമിക്കലൊക്കെ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആവശ്യമാണ് അല്ലേ? നിലനിൽപ്പിന് രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ഇക്കണോമിക്കലായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഇറ്റലിയും ജർമ്മനി എന്ത് തീരുമാനിക്കുകയാണ്? കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും പദ്ധതിയിടുകയാണ്. അതാണ് പറയുന്നത് കേട്ടോ. Therefore, for enhancing their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. In an effort to extend this policy of aggression, Italy and Germany, along with Japan, formed an alliance called the Axis powers. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറ്റലി ആൻഡ് ജർമ്മനിയുടെ അവരെന്ത് ചെയ്തു? ജപ്പാനെ കൂടെ കൂട്ടി. എന്നിട്ട് ഈ മൂന്ന് രാജ്യങ്ങളും കൂടിയിട്ടൊരു ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു അലയൻസിന് രൂപം കൊടുത്തു. ആക്സിസ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അച്ചുതണ്ട് ശക്തികൾ എന്ന് അറിയപ്പെടുന്നു. ആക്സിസ് പവേഴ്സ്, അച്ചുതണ്ട് ശക്തികൾ, മൂന്ന് രാജ്യങ്ങളാണ്. ആരൊക്കെയാണ്? ഏതെല്ലാമാണ്? ഇറ്റലി ആൻഡ് ജർമ്മനി എലോങ് വിത്ത് ജപ്പാൻ ഫോംഡ് ആൻ അലയൻസ് കോൾഡ് ദ ആക്സിസ് പവേഴ്സ്. Countering this alliance, Britain, France and China formed the Allied Powers. ഇതിനെ തുടർന്നിട്ട് അപ്പോൾ ഇവരെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങൾ മറ്റൊരു അലയൻസിന് രൂപം നൽകി. അതാണ് അലൈഡ് പവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. വിച്ച് ആർ ദ കൺട്രീസ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ അലൈഡ് പവേഴ്സ് ആൻഡ് ആക്സിസ് പവേഴ്സ്. നിങ്ങളത് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. ആക്സിസ് പവേഴ്സിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റലി, ജപ്പാൻ ആൻഡ് ജർമ്മനി. അലൈഡ് പവേഴ്സിലോ ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന. ഇതാ ഈ ചിത്രം ഒന്ന് വരച്ച് വെച്ചിട്ട് എഴുതിക്കോളുണ്ട് കേട്ടോ. അങ്ങനെ ലോകം വീണ്ടും രണ്ട് ഭാഗങ്ങളിലായി, ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈഡ് പവേഴ്സ്. ആക്സിസ് പവേഴ്സിലുള്ളത് ഈ ഫാഷിസ്റ്റ് രാജ്യങ്ങളാണ്. ഒപ്പം ഏതുണ്ട്? ജപ്പാനുണ്ട് അല്ലേ? ലേറ്റർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ആൾസോ ജോയിൻഡ് ദ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും, യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇതിലേക്ക് ചേരാണ് ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. ഫാസിസ്റ്റ് അലയൻസിന് എതിരായിട്ട്, അതായത് അലൈഡ് പവേഴ്സിൻ്റെ ഒപ്പം ചേരാണ് സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും.
അതായത് 1939 തുടങ്ങി 45 വരെ ഉണ്ടല്ലോ. യുദ്ധം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ഈ അലൈഡ് പവേഴ്സിൻ്റെ കൂടെ ചേരുന്നത്. വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നാഷൻസ്, ക്യാപിറ്റലിസ്റ്റ് countries like Britain and France did not prevent the attacks. The League of Nations failed to stall the attacks of the Axis powers. ഈ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി ഉണ്ടല്ലോ, അവർ പല യുദ്ധങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജപ്പാനല്ല നമ്മൾ പഠിച്ചു, ഇറ്റലിയും അതുപോലെ തന്നെ ജർമ്മനിയും ഒക്കെ പല ആക്രമണങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ. എത്യോപ്യ ആൻഡ് അൽബേനിയ ഒക്കെ ഏത് രാജ്യം ആക്രമിച്ചു? ഇറ്റലി. ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ ജർമ്മനിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ സമാധാനത്തിന് വേണ്ടി രൂപം കൊടുത്തൊരു സംഘടന ഉണ്ടായിരുന്നല്ലോ, ലീഗ് ഓഫ് നേഷൻസ്. ആ ലീഗ് ഓഫ് നേഷൻസ് യുദ്ധത്തിനെ ഒന്നും തടഞ്ഞു നിർത്തിയില്ല എന്നുള്ളതാണ്. ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റോൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേഷൻസ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള ബ്രിട്ടനോ ഫ്രാൻസോ ഈ അറ്റാക്കുകളെ ഒന്നും തടഞ്ഞതുമില്ല. ഇതാണ് രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റോൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. പിന്നെയോ വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേഷൻസ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. They considered Soviet Union being a socialist country as their chief enemy. They considered, France and Britain considered Soviet Union being a socialist country. സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആണല്ലോ അല്ലേ. ഇവരാണെങ്കിലോ ബ്രിട്ടനും ഫ്രാൻസൊക്കെ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിസത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ശത്രു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനെ ഒരു എനിമി ആയിട്ടാണ് ബ്രിട്ടനും ഫ്രാൻസും കണ്ടത്. ദേ കൺസിഡേർഡ് സോവിയറ്റ് യൂണിയൻ ബീയിങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദെയർ ചീഫ് എനിമി. This policy, which encouraged fascist attacks, is known as the policy of appeasement. This policy, അതായത് ബ്രിട്ടനും ഫ്രാൻസും സോവിയറ്റ് യൂണിയനെ ഒരു എനിമിയായി കണ്ടുകൊണ്ട്, ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ ഒരു എനിമിയായി കണ്ടു അല്ലേ. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തില്ല? ഇറ്റലിയുടെയും ജപ്പാൻ അതുപോലെ തന്നെ ജർമ്മനിയുടെയും ഒന്നും ആക്രമണങ്ങളെ ചെറുത്തില്ല അല്ലെങ്കിൽ തടഞ്ഞില്ല. അങ്ങനെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം നൽകി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇങ്ങനെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഈ പോളിസിയാണ് പറയുന്നത്. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാഷിസ്റ്റ് അറ്റാക്സ് അല്ലേ. അത് ഫാഷിസ്റ്റ് രാജ്യങ്ങൾ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ തൊടുത്തുവിടാൻ കാരണമായി. ആസ് ദ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഈ പോളിസീനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പീസ്മെൻറ്റ് അഥവാ പ്രീണന നയം എന്ന് അറിയപ്പെടുന്നു. പ്രീണന നയം, അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ ഒരു ഇതാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്ന് എഴുതിക്കട്ടെ. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് ഷോർട്ട് നോട്ടായിട്ട് എഴുതണം. എന്തെഴുതണം? ആ ഒരു പാരഗ്രാഫിനെ ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ടു സ്റ്റോൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ് തൊട്ടിട്ട് അറ്റാക്സ് ദേ കൺസിഡേർഡ് എന്നുള്ളടത്ത് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് കൺസിഡേർഡ് സോവിയറ്റ് യൂണിയൻ ബീയിങ് എ സോഷ്യലിസ്റ്റ് കൺട്രി as their chief enemy. This policy, which encouraged fascist attacks, is known as the policy of appeasement. On the 1st September 1939, Germany attacked Poland. This prompted the Allied nations to declare war against Germany that ultimately resulted in the outbreak of the Second World War. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണം. അത് 1939 സെപ്റ്റംബർ 1 എന്താ കാരണം ഉണ്ടായേ? ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ജർമ്മനി പോളണ്ടിനെ ചെന്ന് ആക്രമിച്ചു. ഒരു യൂറോപ്യൻ രാഷ്ട്രമാണ് പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ചു. ദിസ് പ്രോംപ്റ്റഡ് ദ അലൈഡ് നാഷൻസ് ടു ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് ജർമ്മനി. ഈ പെട്ടെന്ന് ജർമ്മനിക്കെതിരായി ഏത് രാജ്യങ്ങൾ? അലൈഡ് നാഷൻസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ഉണ്ടല്ലോ. ദാറ്റ് നാഷൻസ് ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് ജർമ്മനി ദാറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിനുള്ള കാരണം എന്തായിരുന്നു? ഓൺ 1st September 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ആ ഒരു പാരഗ്രാഫ് കേട്ടോ. അവിടെ തൊട്ടിട്ട് ദ സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ളൊരു വാട്ട് ഈസ് ദ സഡൻ കോസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ അത് എഴുതുക. ദെൻ
Given below are some of the outcomes of the First World War. Discuss how they resulted in the Second World War. അവിടെ കുറച്ച് ഔട്ട്കംസ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ചില ഫലങ്ങൾ പറയുന്നുണ്ട്, ഔട്ട്കംസ് പറയുന്നുണ്ട്. ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് അല്ലേ? ആ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്തുണ്ടായേ? ജർമ്മനീനെ കൂടുതൽ യുദ്ധത്തിലേക്ക് നയിക്കുകയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റോൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടു. ദ എമർജൻസ് ഓഫ് ഫാഷിസം ആൻഡ് നാസിസം, ഫാഷിസവും നാസിസം ഒക്കെ രൂപം കൊണ്ടില്ലേ? എന്തായിരുന്നു കാരണം? ബിക്കോസ് നൈദർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി മാർക്കറ്റ്സ് ഓർ കോളനി. So, Italy and Germany reach the special ideas like fascism and Nazism. Then effects of war. ഇതിൽ കിടക്കണം, ഈ കള്ളിയിൽ കിടക്കണമെന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒരു നോൺ അഗ്രഷൻ പാക്റ്റ്, ഒരു യുദ്ധം ചെയ്യില്ല എന്നുള്ള ഒരു അനാക്രമണ സന്ധി എന്നൊക്കെ പറയും, നോൺ അഗ്രഷൻ പാക്റ്റ്. അവിടെ ജർമ്മനി അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു ദിസ് പാക്ട് ബോത്ത് ദ കൺട്രീസ് അഗ്രീഡ് നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ ആൻഡ് ടു പാർട്ടീഷൻ പോളണ്ട് എന്ന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് പാക്ട്, ഈ പാക്ട് പ്രകാരം ഈ രണ്ട് രാജ്യങ്ങളും ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ഉണ്ടല്ലോ, നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ, അവർ തമ്മിൽ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൻഡ് ടു പാർട്ടീഷൻ പോളണ്ടിനെ രണ്ട് രാജ്യങ്ങളും കൂടി കീഴ്പ്പെടുത്തിയിട്ട് പാർട്ടീഷൻ നടത്തിക്കൊണ്ട് പങ്കിട്ടെടുക്കാം, സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ ജർമ്മനി എന്ന് പറഞ്ഞതാണ്. ഹവർ ദ പാക്ട് കെയിം ടു ആൻ എൻഡ് വെൻ ഹിറ്റ്ലർ അറ്റാക്ട് സോവിയറ്റ് യൂണിയൻ ഇൻ 1949. ആ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ആ ഒരു പാക്റ്റ് അവിടെ നിലനിൽക്കെ തന്നെ ഹിറ്റ്ലർ എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയനെ 1941 ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പോളണ്ടിനെ പിന്നെ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കൂടി പാർട്ടീഷൻ നടത്തിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്ത് ചെയ്തു? റഷ്യനെ അറിയിപ്പിക്കാതെയാണ് അവിടെ ജർമ്മനി എന്ത് ചെയ്തത്? പോളണ്ടിനെ ആക്രമിക്കുന്നത്. 1 സെപ്റ്റംബർ 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട് എന്ന് പറയുന്നില്ലേ? അപ്പോൾ അവിടെ ആ നോൺ അഗ്രഷൻ പാക്റ്റ് ഒന്നും ജർമ്മനി അംഗീകരിക്കാതെ വീണ്ടും യുദ്ധം ചെയ്യാനുണ്ടായത് കേട്ടോ. ദെൻ ഇഫക്ട്സ് ഓഫ് ദ വാർ. അങ്ങനെ യുദ്ധം നടന്നു. അപ്പോൾ അവയ്ക്കൊന്നും ഇവിടെ പറയുന്നില്ല. യുദ്ധം നടന്നു. 1939 തൊട്ടിട്ട് 45 വരെ യുദ്ധം ഉണ്ടായി. 41 സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ഏത് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? എലൈഡ് പവേഴ്സ്, ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ സോവിയറ്റ് യൂണിയൻ വന്നു. പിന്നെ ഏത് രാജ്യം വരുന്നുണ്ട്? അമേരിക്ക യുദ്ധത്തിലേക്ക് വരുന്നുണ്ട്. അമേരിക്ക യുദ്ധത്തിലേക്ക് വരാനുള്ള കാരണം ഈ കളിയിൽ നോക്കൂ. പേൾ ഹാർബർ അറ്റാക്ക്. In 1949, Japan attacked Pearl Harbor, the American naval base in the islands of Hawaii. 1949 ജപ്പാൻ്റെ ആക്സിസ് പവേഴ്സിലുള്ള ജപ്പാൻ എന്ത് ചെയ്തു? അമേരിക്കൻ നാവൽ ബേസ് ആയിരുന്ന, അമേരിക്കൻ നാവിക സങ്കേതമായിരുന്ന പേൾ ഹാർബർ ആക്രമിച്ചു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ജപ്പാന്. അമേരിക്കൻ നാവിക സങ്കേത ഹവായ് ദ്വീപിലുള്ളതാണ് ആ പേൾ ഹാർബർ. അത് പോയിട്ടുണ്ട് ആക്രമിച്ചു. ദിസ് ഡയറക്ട്ലി റിസൾട്ടഡ് ഇൻ ദ അമേരിക്കൻ എൻട്രി ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ. ഇതായിരുന്നു അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വരാൻ കാരണമായത്. അപ്പോൾ അമേരിക്ക ഏത് ഭാഗത്ത് ചേർന്നുണ്ടാവും? എലൈഡ് പവേഴ്സിൻ്റെ ഒപ്പം ചേർന്നു ജപ്പാനെതിരായിക്കൊണ്ട്. അങ്ങനെ യുദ്ധം ശക്തമായിട്ട് നടന്നു. ആദ്യമൊക്കെ വിജയം ആക്സിസ് പവേഴ്സിന് തന്നെ ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ആയപ്പോഴേക്കും യുദ്ധത്തിൻ്റെ ഗതി മാറാൻ കാരണം ഈ സോവിയറ്റ് യൂണിയൻ്റെയും അതുപോലെ തന്നെ പേൾ ഹാർബർ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നു വരവായിരുന്നു അല്ലേ? അമേരിക്ക കടന്നു വരാൻ കാരണം ആരെന്നെയാണ്? ജപ്പാൻ തന്നെ ആയിരുന്നു. എന്നിട്ടോ ലാസ്റ്റിൽ എന്താണ്ടായി നോക്കൂ. ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച്ഡ് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. ഈ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഗതി ആകെ മാറ്റിമറിച്ചു. ഇറ്റലിക്കും ജർമ്മനിക്കും ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെയും ഒന്നും ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ വന്നു. കീഴടങ്ങേണ്ടതായിട്ട് വരികയാണ്. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ലോക്കൽ പാർട്ടിസൻസ്. മുസോളിനിയെ പിടിച്ചു വധിച്ചു നാട്ടുകാർ പിടികൂടി വധിച്ചു. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ലോക്കൽ പാർട്ടിസൻസ്. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു.
ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ, അതായത് റഷ്യയുടെ ആർമി ഇനി അവിടെ ഹിറ്റ്ലറെ വധിച്ചപ്പോൾ ജർമ്മനി കീഴടങ്ങി. അതുപോലെ തന്നെ മുസോളിനിയെ നാട്ടുകാർ വധിച്ചപ്പോൾ ഇറ്റലി കീഴടങ്ങി. ഇനി ഏത് രാജ്യമുള്ളൂ? ജപ്പാനുള്ളൂ അല്ലേ. അപ്പോൾ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോഴൊന്നും ജപ്പാൻ കീഴടങ്ങിയില്ല. അത് കാരണം എന്ത് ചെയ്തു? സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. ജപ്പാനെ കീഴടക്കാൻ വേണ്ടി ട്രാൻസ് സൈബീരിയയിലൂടെ, ഏഷ്യയുടെ വടക്കൻ ഭാഗത്തുള്ള ട്രാൻസ് സൈബീരിയയിലൂടെ സോവിയറ്റ് യൂണിയൻ്റെ ആർമി നീങ്ങാണ്. അങ്ങനെ ആ ആർമി അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്തു? ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ ഓൺ 6th August 1945 ആൻഡ് ഫാറ്റ് മാൻ ഇൻ നാഗസാക്കി ഓൺ 9th August. കണ്ടോ? അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അമേരിക്ക ജപ്പാനിലേക്ക് നീങ്ങുകയും ജപ്പാനിൽ ചെന്നിട്ട് അമേരിക്ക 2 ആറ്റം ബോംബുകൾ അവിടെ വർഷിക്കുകയും ചെയ്തു, ഹിരോഷിമയിലും നാഗസാക്കിയിലും. എന്താണ് അവിടെ സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം എത്തുന്നതിന് മുമ്പ് അമേരിക്ക പോകാൻ കാരണം ജപ്പാൻ അമേരിക്കയെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അല്ലേ. ഇൻ 1941 ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ, ദ അമേരിക്കൻ നാവൽ ബേസ് ഇൻ ദ ഐലൻഡ്സ് ഓഫ് ഹവായ്. ആ ഒരു ദേഷ്യത്തിലാണ് അമേരിക്ക പെട്ടെന്ന് ജപ്പാനിലെത്തുകയും ജപ്പാനിൽ 2 ബോംബുകൾ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ ആ ഭാഗങ്ങളൊക്കെ, എഫക്ട്സ് ഓഫ് ദ വാർ. Before it could reach Japan, the United States of America dropped 2 atom bombs in Japan. Little boy in Hiroshima on August 6th. ഇപ്പോൾ കഴിഞ്ഞില്ലേ ആഗസ്റ്റ് 6 ഹിരോഷിമ ഡേ. അതുപോലെ തന്നെ ഫാറ്റ് മാൻ ഇൻ നാഗസാക്കി ഓൺ August 9th. നാഗസാക്കി ഡേ എന്നാണ് ആഗസ്റ്റ് 9. ഇത് രണ്ടും 1945 ഈ 3 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ അമേരിക്ക 2 ആറ്റം ബോംബുകൾ അവിടെ ഇട്ടു. സൂൺ ജപ്പാൻ സറണ്ടേഡ്. അവസാനം ഗത്യന്തരമില്ലാതെ എന്ത് ചെയ്തു? ജപ്പാനും കീഴടങ്ങി. ജപ്പാൻ എന്നാ കീഴടങ്ങിയതറിയോ? 1945 August 15. നോക്കൂ ആറ്റം ബോംബ് വർഷിച്ചതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഹിബാകുഷ എന്ന് പറയുമ്പോൾ എന്താണ്? ജാപ്പാനീസ് വേർഡ് ഫോർ ദ സർവൈവിങ് വിക്ടിംസ് ഓഫ് ദ അറ്റോമിക് ബോംബിംഗ് ഓഫ് ഹിരോഷിമ ആൻഡ് നാഗസാക്കി. ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ആ ആറ്റം ബോംബ് വർഷിച്ചപ്പോൾ അതിൻ്റെ ദുരന്തം പേര് ജീവിക്കുന്നവരെ പറയുന്ന പേരാണ് ഹിബാകുഷ. ഹിബാകുഷ ഈസ് ദ ജാപ്പാനീസ് വേർഡ് ഫോർ ദ സർവൈവിങ് വിക്ടിംസ് ഓഫ് ദ അറ്റോമിക് ബോംബിങ്സ് ഓഫ് ഹിരോഷിമ ആൻഡ് നാഗസാക്കി. Then far-reaching consequences of Second World War are given below. or consequences of Second World War എന്ന് പഠിച്ചാൽ മതി. ഒരുപാട് ദൂരവ്യാപക ഫലങ്ങളാണ് സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായത്. എന്തൊക്കെയായിരുന്നു? ഓവർ 10 million പീപ്പിൾ ഡൈഡ് അല്ലേ. 10 million, ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ഇക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ ഇക്കണോമിക് കണ്ടീഷൻസൊക്കെ നശിച്ചു. യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. ലോകം മുഴുവനും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഒരു അധീനതയിലായിരുന്നല്ലോ, അത് ഡിമിനിഷ്ഡ്, നശിച്ചു, കുറഞ്ഞു. ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. ഫ്രീഡം മൂവ്മെൻറ്റ്സ്, സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുകയാണ്. എവിടെയൊക്കെ? ഏഷ്യയിലും ആഫ്രിക്കയിലും. അതായത് ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള കോളനികൾ ഏഷ്യയിലല്ലേ, അതിലൊക്കെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ആരംഭിച്ചു. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. ലോകത്തിലെ 2 വൻ ശക്തികളായി ഗ്ലോബൽ പവേഴ്സായിട്ട് ഏത് രാജ്യങ്ങൾ വളർന്നു വന്നു? അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. Consequences of Second World War. America and Soviet Union emerged as global powers. In a bid to preserve and maintain world peace, the United Nations Organization was formed. In a bid to preserve and maintain world peace, ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡ് വേൾഡ് വാറിനെ തുടർന്ന് മറ്റൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ദാറ്റ് ഈസ് UNO ഓർ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ച് പഠിച്ചു, പക്ഷേ ആ ലീഗ് ഓഫ് നേഷൻസ് ഫെയിലിയർ ആയിരുന്നു അല്ലേ, അതുകൊണ്ടല്ലേ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം to preserve and maintain world peace, the United Nations Organization was formed. കേട്ടോ അതൊക്കെ.
ഇനി ഓൺ ദ വിങ്സ് ഓഫ് പീസ്. ഓൺ ദ വിങ്സ് ഓഫ് പീസ്. നിങ്ങൾ UN ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? UN ഡേ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് October 24? October 24 ഈസ് ഒബ്സർവ്ഡ് ആസ് യുണൈറ്റഡ് നേഷൻസ് ഡേ. 1945 October 24 UNO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. അപ്പോൾ ആ ദിനത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? UN ഡേ എന്ന് അറിയപ്പെടുന്നു. The headquarters of the UN is in New York, United States of America. ന്യൂയോർക്കിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള ന്യൂയോർക്കാണ് UNൻ്റെ ആസ്ഥാനം. The headquarters of the UN is in New York, United States of America. Some of its objectives are to save the succeeding generations from the scourge of war, to protect international treaties and laws, and to foster social and economic development of കൺട്രീസ്. എന്തൊക്കെയായിരുന്നു അത് ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതണം കേട്ടോ. UN എന്ന് പറഞ്ഞുകൊണ്ട്. സം ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആർ ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻസ്. ഇനി വരുന്ന തലമുറ ഉണ്ടല്ലോ, ആ വരുന്ന തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. ടു സേവ് സക്സീഡിങ് ജനറേഷൻസ് ഫ്രം ദ സ്കോർജ് ഓഫ് വാർ, യുദ്ധഭീതി. പിന്നെ ടു പ്രൊട്ടക്റ്റ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, അന്താരാഷ്ട്ര ഉടമ്പടികളെ, നിയമങ്ങളെ, ഇവയൊക്കെ സംരക്ഷിക്കുക. ആൻഡ് ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതൊക്കെയായിരുന്നു UNOൻ്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ദെൻ കോളനീസ് ബിക്കം ഫ്രീ. അവിടെ ഈ സഡാക്കോ ഒന്ന് വായിച്ചു നോക്കണം. സഡാക്കോ സസുക്കി, എ ജാപ്പാനീസ് ഗേൾ വാസ് എ വിക്ടിം ഓഫ് ദ റേഡിയേഷൻ ഫ്രം അറ്റോമിക് ബോംബിംഗ് അറ്റ് ഹിരോഷിമ. The paper cranes she made when bedridden became the symbol of anti-war feeling. Anti-war feeling, യുദ്ധത്തിൻ്റെ വിരുദ്ധ വികാരം ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, അതിനെ വിക്റ്റിമായിട്ടുള്ള ആ ബോംബ് ഭീഷണിയിൽ, ബോംബ് വർഷണത്തിൽ ഇരയായൊരു കുട്ടിയായിരുന്നു സഡാക്കോ സസുക്കി. ജാപ്പാനീസ് ഗേളായിരുന്നു. അങ്ങനെ അറ്റോമിക് ബോംബിങ്ങിൻ്റെ റേഡിയേഷനൊക്കെ വന്നത് കാരണം അസുഖബാധിതയായ കുട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ ജപ്പാനിലെ വിശ്വാസപ്രകാരം ഇങ്ങനെ പേപ്പർ ക്രെയിൻസ്, പേപ്പർ കൊക്കുകൾ, സഡാക്കോ കൊക്കുകൾ നിങ്ങൾ കേട്ടില്ലേ, അതുണ്ടാക്കിയാൽ 1000 കൊക്കുകളെ അങ്ങനെ രോഗം ബാധിച്ചുള്ള ആളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖം പ്രാപിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് 1000 തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആ കുട്ടി മരിക്കുകയാണ് പൂർത്തിയാവാതെ ഉണ്ടായത്. അതാണ് സഡാക്കോ കൊക്ക് എന്നുള്ളതിൻ്റെ, സഡാക്കോ ക്രെയിൻ എന്ന് പറയുമ്പോൾ കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കുക. ദെൻ കോളനീസ് ബിക്കം ഫ്രീ. നമ്മൾ മനസ്സിലാക്കി. സെക്കൻഡ് വേൾഡ് വാറിനെ തുടർന്നിട്ട് എന്ത് ചെയ്തു? ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ് എന്ന് പഠിച്ചു. അപ്പോൾ കോളനീസ് ബിക്കം ഫ്രീ. ഈ ഏഷ്യയിലെ ആഫ്രിക്കയിലൊക്കെ കോളനികൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയാണ്. Post Second World War, dominance of imperial powers was questioned. European countries could not suppress the intensified nationalist movements in colonies. രണ്ടാം ലോക യുദ്ധാനന്തരം ഉണ്ടല്ലോ, ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ടൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആ അധീന ഭാവം അല്ലെങ്കിൽ മേധാവിത്വം അതിന് ചോദ്യം ചെയ്യപ്പെട്ടു. അതായത് കോളനികളൊക്കെ ഇവയ്ക്ക് എതിരായിട്ട് തിരിയാൻ തുടങ്ങി എന്നർത്ഥം. യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻറ്റൻസിഫൈഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ കോളനീസ്. കോളനികൾ ഉയർന്നു വന്ന ഈ സമരങ്ങളുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കാനാണെങ്കിലോ യൂറോപ്യൻ കൺട്രീസിന് കഴിഞ്ഞതുമില്ല. ദ USA ആൻഡ് ദ USSR വിച്ച് എമർജ്ഡ് ആസ് സുപ്രീം പവേഴ്സ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിനെ തുടർന്നിട്ട് യൂറോപ്യൻ കൺട്രീസിനൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് 2 സുപ്രീം പവേഴ്സായിട്ട് മാറിയ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സോവിയറ്റ് യൂണിയനും USSRുമായിരുന്നു. USA ആൻഡ് USSR. USA മീൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. USSR യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, ദാറ്റ് ഇസ് റഷ്യ കേട്ടോ.
USA and the USSR, which emerged as superpowers after the Second World War, supported freedom movements in various European colonies. Gradually, colonies started to secure freedom from the imperialist control. This process is called decolonization. Decolonization. എന്താ ഡീകൊളോണൈസേഷൻ എന്ന് പറയുമ്പോൾ അപകോളനീകരണം എന്നൊക്കെ പറയും. അതായത് ഈ സോവിയറ്റ് യൂണിയനും അമേരിക്ക ഉണ്ടല്ലോ, യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ദ USA, അത് അവിടുന്ന് മാർക്ക് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ദ USA ആൻഡ് ദ USSR, വിച്ച് എമർജ്ഡ് ആസ് സൂപ്പർ പവേഴ്സ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, സപ്പോർട്ടഡ് freedom movements in various European colonies. Gradually, colonies started to secure freedom from the imperialist control. അങ്ങനെ ക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കോളനികൾ ഒന്നൊന്നായിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീകൊളോണൈസേഷൻ. ഡീകൊളോണൈസേഷൻ അപകോളനീകരണം, അതായത് കോളനിവൽക്കരണത്തിൽ നിന്ന് രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഫ്രീഡം നേടാൻ തുടങ്ങി. ഇതിനെയാണ് ഡീകൊളോണൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് ദ ലീഡേഴ്സ് ഹു ഫോട്ട് ഫോർ ഫ്രീഡം ഫോർ ദെയർ കൺട്രീസ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഒരു ടേബിളാക്കിയിട്ട് പഠിച്ചു വയ്ക്കുക. ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് ദ ലീഡേഴ്സ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് കൺട്രീസ് എന്ന് കൊടുക്കുക. എന്നിട്ട് മഹാത്മാഗാന്ധി, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു അല്ലേ. സൗത്ത് ആഫ്രിക്കയിൽ ആരായിരുന്നു? നെൽസൺ മണ്ടേല. ഘാന ക്വാമി എൻക്രൂമ. ക്വാമി എൻക്രൂമ എന്നാണ് വായിക്കുക കേട്ടോ. ക്വാമി എൻക്രൂമ, സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വയ്ക്കണം. ഘാനയിൽ. പിന്നെ കെനിയ ജോമോ കെന്യാത്ത. ജോമോ കെന്യാത്ത ഇൻ കെനിയ. ക്വാമി എൻക്രൂമ ഇൻ ഘാന. നെൽസൺ മണ്ടേല ഇൻ സൗത്ത് ആഫ്രിക്ക and Mahatma Gandhi in India are the leaders of the freedom of the colonies. അല്ലേ? Then Cold War. The Cold War എന്ന് പറയുമ്പോൾ ശീതസമരം. ഇപ്പോൾ നമ്മൾ പഠിച്ചു, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രണ്ട് ശക്തമായ രാജ്യങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്, സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും. ഇവരുടെ ആശയങ്ങൾ, USA ഐഡിയ ആണെങ്കിൽ ക്യാപിറ്റലിസം എന്നുള്ളതാണ്, സോവിയറ്റ് യൂണിയനിലോ സോഷ്യലിസവുമാണ് അല്ലേ. ഇത് രണ്ടും വളരെ എതിർ ആശയങ്ങളാണ്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മുതലാളിത്ത ആശയങ്ങൾക്കൊക്കെ എതിരായിക്കൊണ്ട് എല്ലാവർക്കും തുല്യത എന്നുള്ളതാണ്. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് ആശയം എന്ന് പറയുമ്പോഴോ അവിടെ ലാഭം, പ്രോഫിറ്റ്, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയും ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, കോൾഡ് വാർ എന്ന് പറയുമ്പോൾ എന്താണ്? ദ USA ആൻഡ് USSR ദാറ്റ് ഫോംഡ് ആൻറ്റി ഫാഷിസ്റ്റ് അലയൻസ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ പാർട്ടഡ് ഫ്രം ഈച്ച് അതർ ആഫ്റ്റർ ദ വാർ. അതായത് എന്താണ്ടായേ? രണ്ടാം ലോക യുദ്ധത്തിന് ഫാഷിസത്തിനെതിരെ പോരാട്ടം നടത്തിയ അല്ലേ, ശത്രുതകളൊക്കെ മറന്ന് ഒന്നിച്ചു നിന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു USA ആൻഡ് USSR. ദ USA ഫ്ലോട്ടഡ് എ ന്യൂ, പിന്നെയോ അവർ യുദ്ധാനന്തരം എന്ത് ചെയ്തു അറിയോ? ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ പാർട്ടഡ് ഫ്രം ഈച്ച് അതർ ആഫ്റ്റർ ദ വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ അവർ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആദ്യത്തിൽ അവരെന്ത് ചെയ്തു? ഒന്നിച്ച് നിന്നിട്ട് അലൈഡ് നേഷൻസിൻ്റെ ഒപ്പം നിന്നിട്ട് ഫാഷിസ്റ്റ് രാജ്യങ്ങൾക്കെതിരായിട്ട് പോരാട്ടം നടത്തി. എന്നാൽ ആഫ്റ്റർ ദ വാർ, രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞപ്പോഴോ അവർ വീണ്ടും പാർട്ടഡ് ഫ്രം ഈച്ച് അതർ ആഫ്റ്റർ ദ വാർ, ഭിന്നിച്ചു എന്നർത്ഥം. The USA floated a new alliance of capitalist countries while the USSR led socialist nations. The USA floated a new alliance of capitalist countries. USA എന്ത് ചെയ്തു? അമേരിക്ക എന്ത് ചെയ്തു? ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനൊക്കെ ഒരു തങ്ങളോടൊപ്പം ചേർത്തു. ക്യാപിറ്റലിസ്റ്റ് ആശയമുള്ള രാജ്യങ്ങളൊക്കെ ഏത് രാജ്യത്തിൻ്റെ കീഴിലായി? അമേരിക്കയോട് ഒപ്പമായിട്ട് മാറി. പിന്നെയോ വെൽ ദ USSR ലെഡ് സോഷ്യലിസ്റ്റ് നാഷൻസ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ രാജ്യങ്ങളൊക്കെ അവരുടെ പക്ഷത്തുമാക്കി. അങ്ങനെ രാജ്യം അങ്ങോട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിയാണ്. അതാണ് ബൈപോളാർ വേൾഡ് എന്ന് പറയുമ്പോൾ, ഇരുധ്രുവ ലോകം. ഇവിടെ പറയുന്നുണ്ട് USA ആൻഡ് USSR. ഇവിടെ ലോകത്തുള്ള രാജ്യങ്ങൾ, മിക്കവാറും രാജ്യങ്ങളൊക്കെ, ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളൊക്കെ USA ഒപ്പം ചേർന്നു, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഒപ്പം ചേർന്നു.
കേട്ടോ. ദീസ് ടു ബ്ലോക്സ്, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ദാറ്റ് റെപ്രസെൻറ്റഡ് കോൺട്രഡിക്ടറി ഐഡിയാസ്, continued their political and diplomatic wars. This enmity based on ideological conflict and diplomatic confrontations was called the Cold War. അങ്ങനെ എന്ത് ചെയ്തു? ഈ രണ്ട് രാജ്യങ്ങളുണ്ടല്ലോ ഒരു ശത്രുക്കളാണ്, എന്നാലോ യുദ്ധമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ആശയങ്ങൾ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത്, ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും തമ്മിൽ, അല്ലേ? ഇപ്പോൾ യുദ്ധം അല്ലേന് എന്നാൽ സമാധാനമില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അതിനെയാണ് ഇതുപോലെ അറിയപ്പെടുന്നത് കോൾഡ് വാർ എന്ന് അറിയപ്പെടുന്നത്. നിങ്ങളൊരു ഷോർട്ട് നോട്ടായിട്ട് തന്നെ എഴുതണം കേട്ടോ. ദീസ് ടു ബ്ലോക്സ്, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ദാറ്റ് റെപ്രസെൻറ്റഡ് കോൺട്രഡിക്ടറി ഐഡിയാസ്, രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആശയങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. continued their political and diplomatic wars. This enmity based on ideological conflict, അല്ലേ? ഇത് എങ്ങനത്തെയാണ്? ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിലേക്ക് നയിക്കുകയാണ്. ആൻഡ് ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻസ്, നയതന്ത്ര യുദ്ധങ്ങൾ, ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻസ് വാസ് കോൾഡ് ദ കോൾഡ് വാർ. ഈ മിലിറ്ററി പാക്സ് ഡ്യൂറിങ് കോൾഡ് വാറൊക്കെ നോക്കാം കേട്ടോ. പിന്നെ USA നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള കുറേ മിലിറ്ററി പാക്ട്സാണ് നാറ്റോ, സിയാറ്റോ, സെൻറ്റോ ഒക്കെ. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാക്റ്റാണ് വാഴ്സ പാക്റ്റ്. വാഴ്സ പാക്റ്റ് കള്ളി കിടക്കുന്നത് വായിച്ചോക്കെ. ദെൻ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്സ്, ആൻ ആൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ്. ബൈപോളാർ ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ഇരുധ്രുവ ലോകം, ലോകം രണ്ട് പോളിലേക്ക് മാറുകയാണ്. ഒന്ന് USA പോള്, മറ്റൊന്നേതാ USSRൻ്റെ, അല്ലേ? ആ ഒരു സാഹചര്യത്തിൽ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്സ് മറ്റൊരു പ്രസ്ഥാന രൂപം കൊള്ളുകയാണ്. നാം എന്ന് പറയും അതിന്, NAM ഷോർട്ട് ഫോം, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്സ്. മലയാളത്തിൽ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയാം. ആൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ്, ഇരു ചേരികൾക്കും പകരമായിട്ട് മറ്റൊരു പ്രസ്ഥാനം വരുന്നു. ദറ്റ് ഈസ് കോൾഡ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്സ്. These are the pictures of the leaders who introduced the concept of non-alignment in lieu of the capitalist bloc and the socialist bloc. ഇവിടെ ഈ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിനും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ബ്ലോക്കിനും എതിരായിക്കൊണ്ട് ഒരു മൂവ്മെൻറ്റിന് രൂപം നൽകിയെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് നയിച്ച, അതായത് നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്സ്. അതും നിങ്ങളൊരു പട്ടികയാക്കിയിട്ട് എഴുതുക. ഇന്ത്യയിലാരായിരുന്നു ലീഡർ? ജവഹർലാൽ നെഹ്റു. ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്തിൽ. പിന്നെ യൂഗോസ്ലേവിയ മാർഷൽ ടിറ്റോ. ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുക്കാർണോ. They were the leaders of non-aligned movement. In India, Jawaharlal Nehru, Egypt, Gamal Abdul Nasser, Marshal Tito in Yugoslavia, Ahmad Sukarno in Indonesia. ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഇതൊരു പിന്നെ ടേബിൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നിങ്ങളതും ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതണം. വാട്ട് ഈസ് നോൺ അലൈൻ മൂവ്മെൻറ്റ്? എന്താണ് നാം ഓർ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്, അല്ലേ? രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉള്ള കുറേ കോളനികളും സ്വാതന്ത്ര്യം നേടി. They realized that the Cold War was yet another phase of imperialism and that it would threaten world peace. അങ്ങനെ അവർ സ്വാതന്ത്ര്യം നേടി വന്നപ്പോൾ കാണുന്നത് ഈ കോൾഡ് വാറാണ്. ലോകം രണ്ട് പോളിലെ, അല്ലേ, ബൈപോളാറായിട്ട് നിൽക്കുകയാണ്, ബൈപോളാർ ബ്ലോക്സ് ആയിട്ട് നിൽക്കുകയാണ്. രാജ്യങ്ങൾ മുഴുവനെ കുറേ USA അലയൻസിലും അതുപോലെ തന്നെ കുറേ പിന്നെ USSRൻ്റെ അലയൻസിലും ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ ഈ രാജ്യങ്ങൾ ആകെ പകച്ചു നിന്ന് പോവാണ്, എന്താ ചെയ്യേണ്ടത്, ഏതിലാണ് ചേരേണ്ടത് എന്നുള്ളത്. പക്ഷേ അവർ ദീർഘകാലം ഈ ഇമ്പീരിയലിസം, അല്ലേ, ആ സാമ്രാജ്യത്വത്തിൻ്റെ ആ ദുരന്ത ഫലങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. അത് കാരണം ആ രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്? The liberated nations decided not to join any of the blocs and formed the non-aligned movement. The liberated nations,
അങ്ങനെ ആ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കോളനീസ് ഉണ്ടല്ലോ, ദേ ഡിസൈഡഡ്, അവർ തീരുമാനിക്കുകയാണ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്സ്, ഈ 2 ബ്ലോക്കിലേക്കും ചേരാതെ മറ്റൊരു മൂവ്മെൻറ്റിനും അവർ രൂപം നൽകുകയാണ്. ദേ ഫോംഡ് ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ റേസ് ഓഫ് സൂപ്പർ പവേഴ്സ് for weapons and a stronger military force would pose harm to them. അങ്ങനെ ആ രാജ്യങ്ങൾ രണ്ടിലും ചേരാതെ, ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളോടുള്ള USA ചേർന്നില്ല, സോഷ്യലിസ്റ്റ് ആശയങ്ങളിലുള്ള USSRൻ്റെ ഭാഗവും ചേരാതെ നിന്നു. ഈ 2 രാജ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് അവർ തിരിച്ചറിയാണ് കേട്ടോ. They understood that the rise of superpowers for the weapons and a stronger military force would pose harm to them. ഭയങ്കര ആയുധങ്ങൾ, അതുപോലെ തന്നെ സൈനിക സഖ്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഈ രാജ്യങ്ങൾ, ഈ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ കോളനികൾ തിരിച്ചറിഞ്ഞു. They realized that only a world sans wars and conflicts accelerates economic and social development. യുദ്ധവും സംഘർഷവും ഇല്ലാത്തൊരു ലോകത്തിന് മാത്രമേ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മുന്നേറാൻ കഴിയൂ എന്നുള്ളത് ഈ രാജ്യങ്ങൾ തിരിച്ചറിയണം. ദേ റിയലൈസ്ഡ് ദാറ്റ് ഓൺലി എ വേൾഡ് സാൻസ് വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, യുദ്ധമില്ലാതെയോ സംഘർഷങ്ങളില്ലാതെയോ മുന്നേറിയാൽ മാത്രമേ സാമ്പത്തിക പുരോഗതി നേടാൻ കഴിയുകയുള്ളൂ എന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ദ ഐഡിയ ഓഫ് ദ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വാസ് mooted at a meeting held Bandung in Indonesia in 1955. അങ്ങനെ 1955 ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ആദ്യത്തെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു സമ്മേളനം നടക്കണം. ദ ഐഡിയ ഓഫ് ദ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വാസ് mooted at a meeting held Bandung in Indonesia in 1955. 1955 ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ വെച്ചിട്ട് ഇത്തരൊരു മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുകയാണ്. The first conference of the non-alignment countries was held in Belgrade in 1961. അങ്ങനെ അതിന് തുടക്കം കുറിക്കുകയും അങ്ങനെ നോൺ അലൈൻമെൻറ്റ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അവിടെ വെച്ചുകൂടി ബെൽഗ്രേഡ് in 1961. The first conference of non-aligned countries was held in Belgrade in 1961. 1955 ബാന്തോങ് കോൺഫറൻസ് ഉണ്ടായത് കേട്ടോ. നോൺ അലൈൻമെൻറ്റ് doesn't mean to keep aloof from world affairs, rather it is to face many issues we confront, Jawaharlal Nehru said, indicating the objectives of the movement. ഇവിടെ ജവഹർലാൽ നെഹ്റു ഇതിൻ്റെ നേതാവായിരുന്നില്ലേ, അദ്ദേഹം പറയുന്നു നോൺ അലയൻസ് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വേൾഡ് അഫയേഴ്സിൽ നിന്ന് വിട്ടു നിൽക്കലല്ല, പകരം എന്താണ്, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും അല്ലേ അവിടെ സജീവമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് ആ പോയിൻറ്റ്സ് വായിക്കാം. നോൺ അലൈൻഡ് ഡസൻറ്റ് മീൻ ടു കീപ്പ് എലൂഫ് ഫ്രം വേൾഡ് അഫയേഴ്സ്, എലൂഫ് എന്ന് പറയുമ്പോൾ വിട്ടു നിൽക്കുക. റാദർ ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കൺഫ്രണ്ട്, നമുക്ക് നേരിടാനുള്ള പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെടണം എന്നാണ് പറയുന്നത്. ഹൂസ് വേർഡ്സ് ആർ ദീസ്? ജവഹർലാൽ നെഹ്റുസ് വേർഡ്സ്. ദാറ്റ് ഈസ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ഓക്കെ.